മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 52ാമത്തേത്. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസ്ഡ് ഓൺ ദ ഡോപ്ലർ എഫക്റ്റ്. സോ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബിക്കോസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ദ ഡിറ്റക്ടർ മൂവ്മെന്റ്. സോഴ്സും ഡിറ്റക്ടറിൻ്റെയും മൂവ്മെൻറ്റിനനുസരിച്ച് ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുക. വി ക്യാൻ യൂസ് ദ ജനറൽ റിലേഷൻ ഫോർ ദാറ്റ് ഡോപ്ലർ എഫക്റ്റ് ആസ് എഫ് അപ്പാരന്റ് is equal to that original frequency into the sound wave velocity plus or minus that detector velocity by v minus or plus the source velocity. So, and keep in mind, in this relation, we can use the upper sign for Vs and Vd. ഓർക്കുക, വി എസ് എന്ന് പറയുമ്പോൾ സോഴ്സ് വെലോസിറ്റി ആണ്, ഡിറ്റക്ടർ വെലോസിറ്റി ആണ്. So that upper sign plus or minus that are used when that source or detector moves towards the detector or the source, while that lower sign is used when it move away. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ റിലേഷൻ നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് പ്രോബ്ലങ്ങളിൽ എത്താൻ പറ്റും. അത് ഓർമ്മയിരിക്കട്ടെ. സോ ദാറ്റ് എഫ് അപ്പാരന്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി ഡി ബൈ വി മൈനസ് പ്ലസ് വി എസ്. And keep in mind, there is always an increase in frequency that if apparent increases on, ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. If the source moves towards the detector, that is a very important concept, or detector moves towards that source, or both move towards it. അപ്രോച്ചസ് എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി കൂടുന്നു, അതിനനുസരിച്ച് റിസപ്ഷൻ ആണെങ്കിൽ ഓർക്കുക അപ്പാരന്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഈ ഡോപ്ലർ എഫക്റ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വരാത്ത കണ്ടീഷനുകൾ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട സം പോയിന്റ്സ്. സോ ദ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആകുന്ന കണ്ടീഷനുകൾ ഓർക്കുക. ദാറ്റ് സോഴ്സ് ആൻഡ് ദാറ്റ് ഡിറ്റക്ടർ that are at rest, ആ കണ്ടീഷനിൽ. രണ്ടാമത്തേത് that source and the detector are moving with a constant velocity, വളരെ പ്രധാനപ്പെട്ട കേസ്. And the third one, that source and the detector are moving mutually perpendicularly. And the fourth one, when medium is only moving and these are the very important concept. And the fifth one, when the distance between the source and the observer, source and the detector are constant, that is the distance between S and D constant ആണെങ്കിലും ഡോപ്ലർ എഫക്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. So we can move with a good question that two trains traveling in opposite direction at 126 km per hour. So 126, so as suppose it is taken as V1, that is 126 km per hour means 5 by 18. So that is equal to 35 meter per second. Cross each other while one of them is whistling. If the frequency of the note is 2.22 kilohertz, then find the apparent frequency as heard by an observer in the other train
with the two cases. One, before the train cross each other. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. And the second one, after the train have crossed each other. വളരെ പ്രധാനപ്പെട്ട നെക്സ്റ്റ് വൺ. സോ ആദ്യത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് പറയാം. അവിടെ നമ്മുടെ ബോത്ത് ദ സോഴ്സ് ആൻഡ് ദാറ്റ് ഒബ്സർവർ ബട്ട് ദേ ആർ മൂവിങ് വിത്ത് ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് അപ്പാരൻ്റ് ഫ്രീക്വൻസിയുടെ റിലേഷൻ ഓർക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി വൺ ബൈ v minus v1. So that is a very important one. So that is equal to 2220. That is the original frequency into the velocity of sound 335 plus 35 by 335 minus 35. And on solving you get the value 2738 hertz. രണ്ടാമത്തെ കേസ് പറയുന്നത് after the train is crossed, so like this one, so that is the situation. So അവിടെ നമുക്ക് എന്തായിരിക്കും സിറ്റുവേഷൻ? അപ്പോൾ അവിടെ നമുക്ക് എഫ് അപ്പാരന്റ് എന്ന് പറയുന്നത് we can write as is equal to f into that v minus v1 by v plus v1. So that is equal to 2220 into 335 minus 35 by 335 plus 35. So that is equal to, after solving, you get the concept answer as 1000 to 800 hertz. So Doppler effect വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. ഷുവർലി യു ഗെറ്റ് ആൻസർ ഫോർ ഇറ്റ്, നോ ഡൗട്ട് അറ്റ് ആൾ. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.